നമ്മൾ ഇന്നത്തെ 2 വായനകൾ നോക്കിയാലും ആദ്യത്തെ വായന ആരെക്കുറിച്ചായിരുന്നു? ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ഏലിയായുടെ തീക്ഷ്ണത. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു. ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനെ കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലായി. സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും തീക്ഷ്ണത. ലൂക്കാ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാൻ തീക്ഷ്ണതയോടെ പ്രസംഗിച്ചു. ജനം വന്നിട്ട് അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് മറുപടി നൽകുന്ന സ്നാപക യോഹന്നാനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ തീക്ഷ്ണത. എനിക്കറിയാലോ, വെളിപാട് പുസ്തകം 3-ാം അധ്യായം, വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ 19 ഒന്ന് വായിച്ചു. ക്രിസ്മസിന് മുമ്പായിട്ട് നമ്മൾ അനുദപിച്ച് നമ്മൾ തിരിച്ചു വരേണ്ട ഒരു മേഖല അവിടെ കാണാൻ പറ്റും. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരാകുക. ബി എന്തൂസിയാസ്റ്റിക് ഫോർ ഗാഡ്. ദൈവത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിട്ട് മാറുക. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? അനുദപിക്കുക. തീക്ഷ്ണതയില്ലെങ്കിൽ അനുദപിക്കുക. നമുക്ക് ഈ തീക്ഷ്ണത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ വേണേൽ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹവും തീക്ഷ്ണതയും അഭിഷേകവും നഷ്ടപ്പെട്ടാൽ ഞാനിവിടെ എന്തേലും ശബ്ദമുയർത്തി പറഞ്ഞാലും നിങ്ങളുടെ ചെവി പൊട്ടൂന്നല്ലാതെ ഹൃദയം ഭേദിക്കത്തില്ല. അത് ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴാണേലും പാട്ട് പാടുമ്പോഴാണേലും മറ്റേത് കാര്യം ചെയ്യുമ്പോഴാണേലും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ അഭിഷേകം. ഞങ്ങള് ഫിലോസഫി തിയോളജി ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസറുണ്ട്. 30 പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിലെങ്കിൽ ഏറ്റവും പുറകിരിക്കുന്ന ആ വ്യക്തികൾക്ക് കേൾക്കാവുന്ന രീതിയിൽ അതിനപ്പുറത്തോട്ട് പോകത്തില്ല. അത്രയും വോളിയേ ഉപയോഗിക്കുള്ളൂ. ഇനി അത് നല്ല ക്ലാസ് ആയിരുന്നുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ശ്രദ്ധയില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല, കാരണം അത്രയും വോളിയേ ഉള്ളൂ. ഇനി ആ മനുഷ്യന് ഒരുപാട് വോളിയത്തിന്റെ കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, നൽകിയത് അറിവാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് അഭിഷേകം വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റു കാര്യങ്ങളൊക്കെ അത് നിൽക്കേണ്ടിടത്ത് നിന്നോളും. അഭിഷേകം, തീക്ഷ്ണത, ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ കാണുകയാണ് സ്നാപക യോഹന്നാന്റെ തീക്ഷ്ണത, ഏലിയ പ്രവാചകന്റെ തീക്ഷ്ണത. 1 രാജാക്കന്മാർ 19:14 വായിച്ചു. അതും ഏലിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. ഏലിയ ഗുഹാമുഖത്ത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും അല്ല, മണിക്കൂറുകൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു വ്യക്തി. അതിന് രാവെന്നോ പകലെന്നോ ഒന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്തായിരുന്നു മറുപടി? കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചിലരുടെ അടുത്തേക്ക് കർത്താവ് വന്നിട്ട് ചോദിക്കുക, മറിയാമ്മേ, നീ എന്ത് ചെയ്യുന്നു? എന്തായിരിക്കും മറുപടി? അയ്യോ കർത്താവേ, അതേ ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം അച്ഛൻ പറഞ്ഞ കേട്ടോണ്ടിരുന്ന വേറൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് ഞാൻ വീട്ടിൽ അങ്ങനെ ഭാവനയിൽ നടക്കുമായിരുന്നു. അതാ വ്യത്യാസം. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഈ തീക്ഷ്ണത നമ്മളിൽ ജ്വലിക്കും.
ദൈവം നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ തീഷ്ണതയുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവം വരും, ദൈവത്തെ കാണാൻ പറ്റും. നമ്മൾ പാട്ട് പാടുമ്പോഴോ ശുശ്രൂഷ ചെയ്യുമ്പോഴോ ഈ തീഷ്ണതയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും, നമുക്ക് വേണ്ട നന്മകൾ ചെയ്യും. നമ്മളിലൂടെ ഒരുപാട് നന്മകൾ കർത്താവ് ചെയ്യും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പറയുണ്ട് ഈ തീഷ്ണത, ഇതിൽ മാന്യം സംഭവിക്കരുത്. എനിക്കറിയാലോ, റോമ 12:11 തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്നാന്നറിയാം. നമുക്കറിയാലോ, നമ്മൾ ഈ ഇസ്തിരിപ്പെട്ടി തേക്കാനായിട്ട് അത് കുത്തിവെച്ചു, അതേ ചാർജ് ആകുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഓഫാകും. അപ്പം വേണേൽ നമുക്ക് അത് ഉപയോഗിച്ച് ഇതെന്ന് പിടിച്ചാൽ പോലും നമുക്ക് കൊണ്ടുപോയി തുണി തേക്കാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും കുത്തണം. അല്ലെങ്കിൽ നമ്മളിത് തുണി തേച്ചിട്ട് വടി പോലെയൊന്നും ആകത്തില്ല, പഴയതുപോലെ ഇരിക്കുന്നു. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുക, അയ്യോ ഇതിൻ്റെ ചൂട് കുറഞ്ഞു പോയി. ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം നൽകുന്ന സന്ദേശമാണ്, മകനെ മകളെ, വീണ്ടും 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 നിന്റെ ആ തീഷ്ണത അത് നീ ജ്വലിപ്പിക്കണം. തീഷ്ണതയുണ്ടെങ്കിലുള്ള ഗുണം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ശനിയാഴ്ച കൂട്ടായ്മയ്ക്ക് വരുമ്പോഴാണേലും ഇടയ്ക്കൊന്ന് നോക്കിക്കോണം. ചിലർ സ്ഥിരം വന്നിരിക്കുന്ന ആ കസേര തന്നെ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ പ്രാർത്ഥന പോയി. അപ്പം അങ്ങനെ ഇരിക്കുന്നവർക്കറിയാം, അടുത്തിരിക്കുന്നവർ കഴിഞ്ഞ ശനിയാഴ്ച ഉറങ്ങുമായിരുന്നു, അതോ നല്ലപോലെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശനിയാഴ്ച എങ്ങനെയായിരുന്നു? കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശനിയാഴ്ചയും അവർ ഉറങ്ങുമായിരുന്നോ അതോ പ്രാർത്ഥിച്ചോ? 2-3 ആഴ്ച അടുപ്പിച്ച് ഉറങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലം മാറ്റിക്കോണം. അവരെ നമുക്ക് എടുത്ത് മാറ്റാനൊന്നും പറ്റിയില്ല. നിങ്ങൾ മാറിയിരുന്നോ. കാരണം എന്നാന്നറിയോ, നമ്മളെ തീഷ്ണതയുള്ള ഒരാളുടെ അടുത്തേക്ക് ഇരുന്നാൽ അതിൻ്റെ ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. തീഷ്ണതയില്ലാതെ തണുത്തുറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളോട് പതുക്കെ അവസ്ഥയിലേക്ക് പോയെന്ന് വരും. നമുക്കറിയാലോ നന്നായിട്ട്, അല്ലേ, ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തടിക്കകത്തേക്ക് ചില പച്ചക്കമ്പുമല്ലോ, ഈ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വള്ളി പോലെ മരത്തെ കയറിയിരിക്കുന്നതായിരിക്കാം. എടുത്ത് അതിനകത്തോട്ടിട്ട് എന്ത് പറ്റും? ഇതൂടെ കത്തും. കത്തിക്കൊണ്ടിരുന്ന തടിയൊന്നും കെട്ടുപോകത്തില്ല. കാരണം അത് അത്ര ശക്തമായതുകൊണ്ട് ഈ പച്ചക്കമ്പ് പോലും അത് കത്തിക്കും. ഇനി കഷ്ടിച്ചിങ്ങനെ മിന്നാമിനുങ്ങ് പോലെ നിന്ന ഒരു തീയായിരുന്നെങ്കിൽ അതിലേക്ക് കമ്പ് കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കും? അതും കെട്ടും, എല്ലാം കെട്ടും, മൊത്തം കെട്ടും. ഇത് ചിലരുടെ ഈ വിശ്വാസവും സ്നേഹവും തീഷ്ണതയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് തേച്ച പോലെയാണ്. പണ്ടൊക്കെ ഞാനും ചെയ്തിട്ടുള്ളതാണ്. ഈ കാപ്പിക്കകത്ത് പഞ്ചസാര ഇട്ട് തരികയില്ല, ഇട്ട് തരണമെങ്കിൽ കൂടുതൽ പഞ്ചസാര വേണം. അതുകൊണ്ട് സ്പൂണിൻ്റെ അറ്റത്ത് ശകലം കോരിയിട്ട് കയ്യെ വെക്കുക, അത് ഒന്ന് നക്കുക, പിന്നെ പകുതി കുടിക്കുക, പിന്നെ ഒന്നുകൂടെ നക്കുക. എന്താ പറഞ്ഞ പോലെ ഇത് ചിലരുടെ സ്നേഹം ആകപ്പാടെ ഉള്ള ഈ നക്കാൻ മാത്രമുള്ള സ്നേഹമുള്ളൂ. അവരുടെ തീഷ്ണത എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതെങ്ങനെ നിലനിൽക്കും? നമുക്കെങ്ങനെ മറ്റുള്ള ഒരാളെ കൂടെ നമുക്ക് ജ്വലിപ്പിച്ചെടുക്കാൻ പറ്റും? അറിയണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു ജ്വലനം. 2 തീമോത്തി 1-ാം അധ്യായം എടുത്തോ. 2 തീമോത്തി 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം വായിച്ചു. 2 തീമോത്തി 1:6 കിട്ടിയോ? വായിച്ചു. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. ഒരുപക്ഷെ നമുക്ക് ഒരാളെ കൈവച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ജ്വലനമായിരിക്കാം, വീണ്ടും ജ്വലിപ്പിക്കണം. അതല്ലെങ്കിൽ നമുക്ക് മാമോദീസായിൽ കിട്ടിയ ഒരു അഭിഷേകമായിരിക്കണം. അതിന് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ ആ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിച്ച് അതിലൂടെ വീണ്ടും ജ്വലിപ്പിക്കണം. അതല്ലെങ്കിൽ തണുത്ത അവസാനം കെട്ടുപോകും. ഈ അഭിഷേകമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വീണ്ടും 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 ഈ അഭിഷേകം നമ്മളിൽ ജ്വലിപ്പിക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഈ അഭിഷേകത്തിൽ ജ്വലിച്ച് നിൽക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഒരു വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നു.
വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം പറഞ്ഞെന്നറിയോ? ഈ തീഷ്ണതയില്ലാത്ത ഒരു പുരോഹിതൻ ദൈവത്തോട് സ്നേഹമില്ലാത്ത പുരോഹിതനാണ്. തീഷ്ണതയില്ലാത്ത ഒരു ക്രിസ്ത്യാനി ദൈവത്തോട് സ്നേഹമില്ലാത്ത ക്രിസ്ത്യാനിയാണ്. ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കാം, എൻ്റെ അച്ഛാ ചങ്കിക്കുത്താന്ന വർത്താനം പറയാമെന്ന്. നിങ്ങളിൽ ഒരാളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുമോ? സ്നേഹമില്ലേ പിന്നെ ഇങ്ങോട്ട് വരുമായിരുന്നോ? സ്നേഹമില്ലെങ്കിൽ പിന്നെ ഈ കണ്ട പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നോ? പക്ഷേ വിശുദ്ധ അഗസ്തീനോസ് പറയാണ്, നീ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, നിനക്ക് ദൈവത്തോട് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ തീക്ഷ്ണതയുണ്ടോ ഇല്ലയോ. തീക്ഷ്ണതയില്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന നീ ദൈവത്തോട് സ്നേഹമുള്ള വ്യക്തി അല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്താൽ പോരാ, ചെയ്യേണ്ടതുപോലെ ചെയ്യണം. അതുകൊണ്ട് തീക്ഷ്ണമതിയാകാൻ, അനുദപിച്ച് തീക്ഷ്ണമതിയാകാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹത്തിൽ നമ്മൾ വളരുക. സ്നേഹത്തിൽ വളരണം. ഇതൊക്കെ അത്രമാത്രം ദൈവത്തോടുള്ള സ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും വളരാൻ പറ്റുന്നു. അതനുസരിച്ച് തീഷ്ണത നമ്മളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും. ലവ് പ്രൊഡ്യൂസസ് എന്തൂസിയാസം. ഈ തീഷ്ണത നമുക്കുണ്ടാകണം. അതിൽ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളിങ്ങനെ സ്നേഹത്തിൽ വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിരുന്ന സ്നേഹമുള്ളോ ദൈവത്തോട്? ഇന്ന് ഇത്ര ഉള്ളോ? ചെല്ലു പറഞ്ഞേക്കാം അത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അതിനാ നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരിക. ഒരമ്മച്ച എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ പാപം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു, ഒരു അനുതാപം വരുമായിരുന്നു. എൻ്റെ അച്ഛ ഇപ്പം അതുമില്ല. അപ്പൊ അവരെങ്ങോട്ടാ പോയേ? മുകളിലോട്ടാണോ പോയത്, താഴോട്ടാണോ പോയെ? ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്ന അത്രയും സ്നേഹം ഇന്നുള്ളെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എന്നെ കൊണ്ട് ഈ മോർച്ചറിക്കകത്ത് വെച്ച പോലെ, നമ്മൾ ഈ ഡെഡ് ബോഡി മോർച്ചറിക്കകത്ത് വെക്കിയല്ലേ, അതുകൊണ്ട് എന്ത് ഫലം ഉണ്ടാവും? മോർച്ചറിക്കകത്തിരുന്ന എന്ത് ഫലം ഉണ്ടാവും? നമുക്ക് എത്ര ദിവസം ഇരുന്നോ അത്രയും ദിവസത്തിന്റെ ബില്ല് വരും, പൈസ കൊടുക്കാം. വേറെ എന്തെങ്കിലും മോർച്ചറിക്കകത്തിരുന്ന ആൾക്ക് ജീവൻ കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. അവരുടെ സൗന്ദര്യം വർദ്ധിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ യാതൊരു ഗുണവുമില്ല. ആകെപ്പാടെ ഉള്ളത് നമുക്ക് കുറച്ച് ചെലവ് വരും, ബില്ല് വരുമ്പോൾ കാശ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആകാത്തിരിക്കേണ്ട ക്രിസ്ത്യാനികളാണോ? അല്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ സ്നേഹം വളർന്നുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ദൈവത്തോടുള്ള ആ തീഷ്ണത, ആത്മീയ കാര്യങ്ങളിലുള്ള നമ്മുടെ തീഷ്ണത അത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഏതാനും കാര്യങ്ങൾ, ഏതാനും വചനഭാഗങ്ങൾ നമുക്കൊന്ന് എടുത്ത് ശരിക്കും നമുക്ക് ഈ തീഷ്ണത അത് എങ്ങനെ നമുക്ക് ലഭിക്കും, തീഷ്ണത എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ മത്തായി 24:12 ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പറയുന്നത്, മത്തായി 24:12, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. സ്നേഹം വളരേണ്ടതാണ്, അതിന് പകരം ആണ്ടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. പ്രഭാഷകൻ 28:12 അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും. ഈ വചനം പറയുമ്പോൾ ചിലരൊക്കെ തീപ്പൊരി പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും വരുന്നത് ഒരേ വായിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ തീഷ്ണത ജ്വലിപ്പിക്കണമെങ്കിൽ ജ്വലിപ്പിക്കാം, അത് കെടുത്തണമെങ്കിൽ കെടുത്താം. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ അത് കെട്ടുപോകും. രണ്ടും
ഒരേ വായിൽ നിന്ന് വരുന്നു. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കൂട്ടുകെട്ട്, നമ്മുടെ അസോസിയേഷൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മെ നന്മയിലേക്ക് നയിക്കാം, തിന്മയിലേക്ക് നയിക്കാം. പ്രഭാഷകൻ 13:1 വായിച്ചാൽ, പ്രഭാഷകൻ 13:1 പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്നത് കീൽ തൊട്ടാൽ കറ പറ്റും എന്ന് പറഞ്ഞ പോലെ അഹങ്കാരിയോട് ചേരുന്നവർ അവനെ പോലെ അഹങ്കാരികളായി മാറും. ഇതൊക്കെ നമ്മുടെ കൂട്ടുകെട്ട് വളരെ പ്രധാനപ്പെട്ട. പറയുണ്ട്, നമ്മൾ സ്നേഹത്തിൽ ജ്വലിച്ചു നിന്നാൽ മറ്റു പലരെയും നമുക്ക് ആ സ്നേഹത്തിൽ ജ്വലിപ്പിക്കാൻ പറ്റും. നമ്മൾ തണുത്തിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് മറ്റുള്ളവരെ തണുപ്പിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 16:6 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രഭാഷകൻ 16:6, പാപികൾ സംഘം ചേർന്നാൽ അഗ്നി ജ്വലിക്കും. പാപികൾ സംഘം ചേർന്നാൽ ഒരുപാട് നാശം അവർ വിതയ്ക്കുന്നു. പ്രാർത്ഥനക്കാര് സംഘം ചേർന്നാലോ അതിൻ്റെ നേരെ വിപരീതമായി. പ്രാർത്ഥനക്കാര് സംഘം ചേർന്നാൽ, അതറിയണമെങ്കിൽ നിങ്ങൾ 1-2 അധ്യായം വായിച്ചാൽ മതി. പ്രാർത്ഥനക്കാര് സംഘം ചേർന്ന ഒരു രംഗമാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം. അവിടെ എന്നാ സംഭവിച്ചു? അവര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ പന്തക്കുസ്ത സഭയുടെ ഗതി മാറ്റിയ സംഭവം അവർക്കുമൊക്കെ അതിൻ്റെതായിട്ടുള്ള നന്മ വന്നു. പ്രാർത്ഥനക്കാര് സംഘം ചേർന്നപ്പോൾ 12-ാം അധ്യായം വായിച്ചാൽ അവിടെ എന്നാ കാണുന്നത്? അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം. പത്രോസ് ജയിലിൽ കിടക്കുക. പിറ്റേ ദിവസം വേണേ അവനെ തൂക്കിക്കൊല്ലാം, കുരിശെ തറച്ചു കൊല്ലാം, എന്ത് വേണേലും സംഭവിക്കാം. ആദിമ ക്രൈസ്തവ സമൂഹം കുറെ പ്രാർത്ഥനക്കാര് അങ്ങോട്ട് ഒരുമിച്ച് കൂടി ഉപവാസവും പ്രാർത്ഥനയായിട്ട് അവര് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താ സംഭവിച്ചേ? അവിടെ നമ്മൾ കാണുകയാണ്, അർദ്ധരാത്രിയിൽ ഒരു ദൂതൻ ജയിലിലേക്ക് എന്നിട്ട് പത്രോസിനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. ഇവിടെ ഒരുപാട് പേര് വന്ന് മകന്റെ കാര്യം, മകളുടെ കാര്യമൊക്കെ പറഞ്ഞ് കണ്ണുനീരോടെ അവരിങ്ങനെ കരഞ്ഞു നിരോളിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ ബാക്കി ഉള്ളവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? വേണമെങ്കിൽ ഒരു ജാഗരണം നടത്തുന്നുണ്ടോ? വേണമെങ്കിൽ ഒരു ഉപവാസം നടത്തുന്നുണ്ടോ? അത് ചോദിച്ചു പിടിച്ച് വരുമ്പോൾ ഒന്നുമില്ല. ഈ കാര്യക്ഷം വേണം പ്രാർത്ഥിച്ച് അവൻ്റെ അല്ലെ അവിടെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട്. ഞാൻ പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കണമെങ്കിലേ ദൈവം ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ ബാക്കിയുള്ളവര് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂട്, അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വേറെ എങ്ങോട്ടും പോകേണ്ടി വന്നില്ല. കർത്താവ് അവരുടെ പ്രശ്നം പരിഹരിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരുടെ സംഘം അതാണ് ഒരുപാട് നന്മ ഈ ഭൂമിയിൽ വരുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചാൽ, 1 കൊരിന്തോസ് 13-ാം അധ്യായം തന്നെ ഒന്ന് വായിച്ചാൽ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്നേഹം 13-ാമത്തെ വചനം, അവസാനത്തെ വചനം പറയുന്നത് എന്താണ്? സ്നേഹമാണ് സർവോത്കൃഷ്ടം. അതിന് മുമ്പുള്ള വചനങ്ങൾ ധ്യാനാത്മകമായിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടും. നിങ്ങൾക്ക് വേറെ എന്നോ ഉണ്ടെന്ന് പറഞ്ഞാലും ദർശനം വരെ ഉണ്ടായിരിക്കാം, രോഗശാന്തി വരെ ഉണ്ടായിരിക്കാം, പ്രവചനവരെ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സ്നേഹമില്ലെങ്കിൽ വട്ടപൂജ്യം. വായിച്ചു നോക്ക്. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിന്റെ സന്ദേശമാണ്. സ്നേഹമില്ലെങ്കിൽ നീ ശൂന്യം, അല്ല വട്ടപൂജ്യം. ഇതിന് പ്രാധാന്യം കൽപ്പിക്കാതെ എൻ്റെ ദൈവമേ എനിക്കൂടെ ദർശനവരം കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്ന ആൾക്കാരെ കാണും. കിട്ടിയെന്ന് പറഞ്ഞാൽ പോലെ ഇവിടെ പറയാണ്, നീ സ്നേഹത്തിൽ വളരുന്നില്ലെങ്കിൽ വട്ടപൂജ്യം. അതുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞാണ്, സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശുദ്ധ കൊച്ചു ത്രേസ്യ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മറ്റെല്ലാ വിളികളെയും ഉൾക്കൊള്ളുന്ന വിളിയാണ് സ്നേഹം.
മറ്റെല്ലാ വിളികളെയും ഉൾക്കൊള്ളുന്ന വിളിയാണ് സ്നേഹം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാ 1 കൊരിന്തോസ് 14 അധ്യായത്തിന്റെ 1-ാമത്തെ വചനം പറയുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ ഇനി ഏതാനും വചനങ്ങൾ പറയുന്നത് എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോളുക. വീട്ടിൽ ചെന്നിട്ടാണേലും ഒക്കെ അത് വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ആവർത്തിച്ച് വായിക്കണം. അപ്പോഴാണ് അത് അഭിഷേകമായിട്ട് നമ്മളിൽ മാറുക. ആ അഭിഷേകം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു. കാരണം സ്നേഹത്തിൽ വളർന്നവരുടെ പ്രത്യേകത എന്താണെന്ന് ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നടക്കാനായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. യോഹന്നാൻ 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ വിളി എന്താ? സ്നേഹിക്കാനുള്ള വിളി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:8 വായിച്ചാൽ നമുക്കറിയാലോ, സുപരിചിതമായൊരു വചനം. 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയാത്തവനാണ്. ദൈവത്തെ അറിഞ്ഞവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോഴും സ്നേഹത്തിൽ വളരാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 13:35, യോഹന്നാൻ 13:35 അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കാതെ നമ്മൾ ആരും ക്രിസ്ത്യാനികളാകത്തില്ല. കാരണം അവിടെ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഇടയിലെ പരസ്പര സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവർ പറയട്ടെ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. ഞാൻ ക്രിസ്ത്യാനിയാണ് കേട്ടോ, എൻ്റെ കരിസ കിടക്കുന്ന കുരിശ് കണ്ടോ, ബന്ധിങ്ങം കണ്ടോ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകത്തില്ല. നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, എടാ ഇവര് ക്രിസ്ത്യാനികളാണ് കേട്ടോ, ഇവര് സ്നേഹമുള്ളവരാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സ്നേഹമില്ലാതെ പറ്റത്തില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിയാകാതെ പറ്റില്ല എന്ന് മറ്റുള്ളവർക്ക് പറയാൻ പറ്റണം. യോഹന്നാൻ 15:10 വായിച്ചാൽ, യോഹന്നാൻ 15:10 കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? അതെൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ. പറയുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിലനിൽക്കേണ്ട. വല്ലപ്പോഴും നമുക്കൊരു സൗകര്യം വന്നപ്പോഴത്തേക്ക് ഒരു സ്നേഹപ്രകടനം നടത്തി, അതല്ല, സ്നേഹത്തിൽ നിലനിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എഫേസസ് 4:16, എഫേസസ് 4:16 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ കണ്ണും മൂക്കും നാക്കും എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും സകലതും എൻ്റെ ശരീരത്തിൻ്റെ സകല സന്ധി ബന്ധങ്ങളും സ്നേഹത്തിൽ രൂപപ്പെടണം. നമ്മൾ കുറെ വചനം കേട്ടു പോയാലൊന്നും പോരാ. നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ തുറന്ന് കുറെ വചനം വായിച്ചാലും പോരാ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ ശരീരം കംപ്ലീറ്റ് രൂപപ്പെടണം. അങ്ങനെയുള്ളവർക്ക് കണ്ണുകളെ നിയന്ത്രിക്കാനോ നാവിനെ നിയന്ത്രിക്കാനോ ഒന്നും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഒരു കുമ്പസാരം കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് പോലും ഇല്ലെന്നാണ് ചിലർ പറഞ്ഞേ. ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവുകൊണ്ട് പാപം ചെയ്തു, കണ്ണുകൊണ്ട് പാപം ചെയ്തു. എന്താ, നമുക്ക് ഈ അവയവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ ഈ അവയവങ്ങളെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടണം. 2 യോഹന്നാൻ ഒരധ്യായമുള്ളു. 2 യോഹന്നാൻ 6-ാമത്തെ വചനം എടുത്താൽ, 2 യോഹന്നാൻ അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ, നിങ്ങൾ സ്നേഹത്തിൽ വ്യാപരിക്കണം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്നറിയോ? വാക്ക് ഇൻ ഹിസ് ലവ്. സ്നേഹത്തിൽ വ്യാപരിക്കുക. നമ്മൾ നടക്കുന്നത് ദൈവസ്നേഹത്തിലായിരിക്കണം, നമ്മൾ ഓടുന്നത് ദൈവസ്നേഹത്തിലായിരിക്കണം, നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവസ്നേഹത്തിലായിരിക്കണം എന്ന് 2 യോഹന്നാൻ അതിൻ്റെ 6-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. യാക്കോബ് 2:8 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹം എന്ന് പറയുന്നത് രാജകീയ കൽപ്പനയാണ്. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലെയാണോ രാജാവിൻ്റെ ഡ്രസ്സ്? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസേര പോലെയാണോ രാജാവിൻ്റെ സിംഹാസനം? അല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ നിയമം, സ്നേഹം എന്ന് പറയുന്നത് രാജകീയ കൽപ്പന, ചെറിയ കാര്യമൊന്നുമല്ല, രാജകീയ കൽപ്പന. ഈ കൽപ്പനയെ രാജകീയ കൽപ്പനയായിട്ട് കണ്ട് നമുക്കത് ജീവിക്കാനായിട്ട് സാധിക്കണം എന്ന്. അതാണ് യാക്കോബ് 2:8 നമ്മൾ കാണുക.
ലൂക്കാ 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു നല്ല സമറായക്കാരൻ്റെ ഉപമയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ സ്നേഹം ജീവിക്കണം. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു നടന്നാൽ പോരാ. ദൈവം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദിവസം 16 പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും, അല്ലെ 33 ആയിക്കോ, 33 പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും, കാരണം നിങ്ങളെ യാക്കോസ്ലിയ 2-ാം അധ്യായം 15-16 വചനങ്ങളൊന്ന് വായിക്കണേ. നിങ്ങളുടെ സഹോദരങ്ങളിൽ ഒരാൾക്ക് വസ്ത്രമില്ലാതെയോ ഭക്ഷണമില്ലാതെയോ പാർപ്പിടമില്ലാതെയോ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാഹചര്യമുണ്ടായിട്ട് അവരെ നിങ്ങൾ സഹായിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ എങ്ങനെ ദൈവസ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റും? ഇതിൻ്റെ മാനദണ്ഡത്തിൽ നമ്മുടെയൊക്കെ ആത്മീയത അളക്കാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ പരിതാപകരായി. നമ്മുടെയൊക്കെ ആഫീസ് പൂട്ടും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ആത്മീയതയെ നമ്മൾ അളക്കുകയാണെങ്കിൽ, കാരണം നമ്മളൊക്കെ നിരൂപിച്ചിരുന്നെങ്കിൽ എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ നീ നിന്റെ ജീവിതത്തിൽ രോഗം വരാതെയും അപകടം വരാതെയും മരണം വരാതെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തു പോകുന്നതിൽ ഒരു കാര്യമില്ലെന്ന്. ആ ഉപദേശം ആർക്ക് വേണം? വേദനിക്കുന്നവന്, വിശക്കുന്നവന് അവിടെ ഒരു സഹായമായി വേണ്ടത് നമ്മുടെ ഉപദേശമല്ല. പറയുണ്ട് സ്നേഹം നമ്മൾ ജീവിക്കണം. എഫേസസ് 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എഫേസസ് 3:17, സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുക. ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഈ പ്രാർത്ഥിപ്പിക്കാൻ വരുന്നതിൽ ഒരു 1/3 പേര് പോലും വരേണ്ട കാര്യമില്ല. സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച അങ്ങനെയുള്ളവർക്ക് ഓരോ പ്രശ്നം വരുമ്പം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു ജീവിത പ്രശ്നം വന്നാൽ ഓടി കാര്യച്ചൻ്റെ ഓഫീസിൽ വരുന്നതാണ് പ്രധാനപ്പെട്ടത്. ഓടി ആ നിത്യാരാധന കപ്പലിലേക്ക് കയറി കർത്താവിൻ്റെ അടുത്ത് പോയി അവിടെ കാര്യം അറിയിക്കുന്നതാണോ പ്രധാനപ്പെട്ടത്? അതിന് ആ കാര്യം ചെയ്തിട്ട് നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയും സഹായവും കൈവപ്പ് പ്രാർത്ഥനയും ഒക്കെ സ്വീകരിച്ചോ. പക്ഷെ ആ കപ്പല കയറാനോ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനോ ഒരു മനസ്സില്ലാത്തൊരു വ്യക്തി ആരുടെ അടുത്തേക്ക് ഓടിയെന്ന് പറഞ്ഞാലും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നില്ല. പറയുണ്ട് ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അതിനാണ് സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുക. 1 തെസ്സലോനിക്ക 4:10, 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ ഉത്തരോത്തരം വളരണം. ചെറിയ രീതിയിലൊന്നും അല്ല. അപ്പൊ നമ്മൾക്ക് വളരാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് തളരാനുള്ള ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. പകരം ഉത്തരോത്തരം വളരണം. വളർച്ചയില്ലാതെ മുരടിച്ചിരുന്നാൽ പോരാ. നിങ്ങളൊരു ഏതാനും പയറ് പറമ്പി കുഴിച്ചിട്ടു, ആകെപ്പാടെ ആദ്യം 1-2 പയർ അതേന്ന് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലേ? എൻ്റെ ദൈവമേ, ഒരു 5-6 കിലോ പയറെങ്കിലും പറിക്കാമെന്ന് ഓർത്തിരുന്നതാണ്. അതെല്ലാം മുരടിച്ച് നിൽക്കുക. അപ്പം നമ്മുടെ ആധ്യാത്മികതയിൽ ഇങ്ങനെ ഒരു മുരടിപ്പ് വരരുത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കാൻ നമ്മൾ പഠിക്കണം. സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കാൻ പഠിച്ചവർക്ക് രോഗം വന്നാലും ദൈവത്തെ മറന്നിട്ട് എനിക്ക് രോഗ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അതിന് സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കണം. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 19:48 വായിച്ചാൽ, ലൂക്ക 19:48 നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ജനം അവൻ്റെ വചനത്തിൽ മുഴുകി, അവൻ്റെ വചനത്തിൽ തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് അവർക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കുന്നവരെ ഏത് രോഗത്തിനാ പരാജയപ്പെടുത്താൻ പറ്റുക? സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കുന്നവരെ ആരുടെ കമന്റിനാണ് പരാജയപ്പെടുത്താൻ പറ്റുക? ആരെങ്കിലും നിങ്ങളുടെ പുറകെ നടന്ന് നീ പോയി ചാകടാന്ന് പറഞ്ഞാലും
നിങ്ങൾ പറയും നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കും. അതിനെന്ത് ചെയ്യണം? സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കാൻ പഠിക്കണം. ഇതിന് പഠിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായം എടുത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ അത് വേണമെന്ന് വായിച്ചു. റോമ 8:35. എന്താണ് ശരിക്കും സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കുക, കർത്താവിൽ തൂങ്ങിക്കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ? അങ്ങനെയുള്ളവരെ ഒരു കാര്യത്തിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മളവിടെ കാണേണ്ടത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് അങ്ങോട്ടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഇത് നടക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എന്നിട്ട് ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. സഹനമോ, പീഡനമോ, പട്ടിണിയോ, പഞ്ഞമോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഈ ലോകത്തിനോ, മരണത്തിന് പോലും. എനിക്ക് അവസാനം കൊടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പാ. മരണത്തിന് പോലും ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റാൻ പറ്റില്ല. ഇതുപോലൊരു സ്നേഹം ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ആരെന്ത് പറഞ്ഞാലും, എനിക്ക് എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ തൂങ്ങിക്കിടക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസ്ഥയുള്ളവർക്ക് തീഷ്ണതയ്ക്ക് ഒരു കുറവും വരത്തില്ല. തീഷ്ണതയിൽ മാന്യം വരാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷിക്കണമെങ്കിൽ ഇനിയും നമ്മൾ എന്തേരം ദൂരം യാത്ര ചെയ്യണം എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടായാൽ ഇന്നത്തെ കുർബാനയിലും ഇന്നത്തെ ശുശ്രൂഷകളിലുമെല്ലാം ആ ഒരു തീഷ്ണത തിരിച്ചു പിടിക്കാനുള്ള, അതിനുവേണ്ട അനുതാപത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.